അപ്പോൾ ഈ കൺവേർഷൻ നിങ്ങൾ പൈസ കൊടുക്കാറുണ്ടോ? അതാണോ നിങ്ങൾ അട്രാക്ട് ചെയ്യിക്കുന്ന ഒരു ഘടകം? അത് പറയാം. ഈ ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. ഈ ബൈബിളിലില്ല ആഭരണം ധരിക്കണമെന്നില്ല, ക്രിസ്ത്യൻ ടീച്ചിങ്സിൻ്റെ ഭാഗമല്ല. ഓക്കെ. കാരണം ആഭരണം ധരിച്ചവരെക്കുറിച്ച് ഒത്തിരി ബൈബിളിലുണ്ട്. സങ്കീർത്തനമൊക്കെ വായിക്കുക. നിൻ്റെ വലത്ത് ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. വിവാഹ സമയത്ത് വേണ്ട ഓഫീർ തങ്കം, ഓഫീരിൽ നിന്ന് കിട്ടുന്ന ഒരു ഗോൾഡാണ്, ഈ പ്രേഷ്യസ് ഗോൾഡാണ്. അപ്പോൾ ഇത് ആഭരണം ധരിച്ചവരുണ്ട്. കുട്ടികൾ ഇതൊക്കെ വായിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കും. ഇതിനൊരു വൈകാരികമായ ചരിത്രമുണ്ട്. അത് കേട്ടാൽ ശരണിക്ക് ഉൾക്കൊള്ളേണ്ടി വരേണ്ട ഒരു കാര്യമാണ്. ധാരാളം ആളുകൾ ആദ്യം കൺവേർട്ട് ചെയ്ത് വന്നത് ദലിതരാണ്. ദലിതരും OBC ആണ്. നമ്മുടെ ചാന്നാർ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി തിരുവനന്തപുരത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്. അവരാണ് വൻതോതിൽ ആദ്യം പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു വരുന്നത്. ഇവർ കുറേ ആളുകൾ കല്ലുമാല ധരിക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് വരുന്നു, ഇവർ ചർച്ചിൻ്റെ ഭാഗമാകുമ്പോൾ ഈ കല്ലുമാല കളഞ്ഞു, ഉപേക്ഷിച്ചു വന്നു. അപ്പോൾ ഈ കല്ലുമാല ഉപേക്ഷിച്ചവരുടെ കൂടെ അന്നത്തെ സവർണ ക്രൈസ്തവരാണ് ഇതിൻ്റെ ആ ചർച്ചിൻ്റെ കൺട്രോളല്ല. അപ്പോൾ ഇവർക്ക് അന്ന് തോന്നിയ ഒരു വൈകാരികമായൊരു താല്പര്യം കൊണ്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഇതില്ല, ഞങ്ങൾ അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞൊരു തെജിക്കലിൻ്റെ കഥയുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ എന്നുള്ള ഒരു അതിൻ്റെ ആദ്യകാലത്തെ ഒരു സൗന്ദര്യം. അത് ഇതിനെ ഇങ്ങനൊന്നും വിലയിരുത്താതെ പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ അറിയുന്നത്. അതെ, ഇതിൻ്റെ കൾച്ചർ രൂപപ്പെട്ടു വന്നൊരു സംഭവം. ഇത് കൾച്ചറാണ്, അല്ലാതെ ഇത് ഡോക്ടറിൻ അല്ല. ഇത് ഞങ്ങളുടെ ടീച്ചിങ് അല്ല. ദിസ് ഈസ് നോട്ട് തിയോളജി ഓർ ദിസ് ഈസ് നോട്ട് ഡോക്ടറിൻ, ദിസ് ഈസ് അവർ കൾച്ചർ. അപ്പോൾ ആ കൾച്ചർ എന്തെങ്കിലും നിലനിൽക്കേണ്ടതൊന്നും അല്ല. കൾച്ചർ കാലോചിതമായിട്ട് റിഫൈൻ ചെയ്തെടുക്കേണ്ടതാണ്, അല്ലേ?